നമസ്കാരം. നാളെ കേരളത്തിലെ വോട്ടർമാർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കാൻ പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ്. എനിക്ക് പ്രിയപ്പെട്ട വോട്ടർമാരോട് അഭ്യർത്ഥിക്കാനുള്ളത്, പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് എന്തിന് വോട്ട് ചെയ്യണം എന്നതിനെക്കുറിച്ച് വളരെ ഗൗരവമായി ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. കേരളത്തിലെ വികസന രംഗത്ത് വിപ്ലവം സൃഷ്ടിച്ച ഒരു ഗവൺമെൻറ്റാണ് ഈ സംസ്ഥാനം കഴിഞ്ഞ 9.5 വർഷക്കാലമായി ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. സഖാവ് പിണറായി വിജയൻ്റെ ഗവൺമെൻറ് കേരളത്തിൽ ഒന്നാമതായി പൊതുമരാമത്ത് വകുപ്പിൽ നടത്തിയ മാറ്റങ്ങൾ നമ്മൾ വളരെ എളുപ്പത്തിൽ കാണേണ്ടതാണ്. നമ്മുടെ ദേശീയ പാത ഏതാണ്ട് 10 വരിയായിട്ട് 6 വരി പ്രധാനപ്പെട്ട റോഡും 2 സർവീസ് റോഡുകൾ 2 നിര വീതമുള്ളതാണ്, 2 ലൈൻ വീതമുള്ളതാണ്. അങ്ങനെ മൊത്തത്തിൽ 10 ലൈൻ റോഡാണ് വടക്ക് നിന്ന് തെക്കോട്ട് പണി പൂർത്തീകരിക്കുന്നത്. ഇന്ന് വൈകുന്നേരം ചുരുങ്ങിയ സമയത്തിനുള്ളിൽ എനിക്കൊന്ന് മമ്പുറത്ത് പോയി തിരിച്ചു വരാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ കൂരിയാട് വരെ, അതായത് തൊണ്ടയാട് മുതൽ കൂരിയാട് എത്താൻ ഏതാണ്ട് 20 മിനിറ്റ് സമയം കൊണ്ടാണ് ഞാൻ അവിടെ എത്തിയത്. നേരത്തെ 1 മണിക്കൂറിൽ കൂടുതൽ സമയം വേണ്ടതാണ്. അങ്ങനെ ഓരോ മലയാളിയുടെയും സമയം ലാഭിക്കുന്നു. എനിക്ക് പറയാനുള്ളത്, കേന്ദ്രത്തിൻ്റെ പദ്ധതിയായിരിക്കാം, പക്ഷേ സഖാവ് പിണറായി വിജയൻ്റെ ഒരു ഗവൺമെൻറ് ഈ സംസ്ഥാനത്തില്ലായിരുന്നുവെങ്കിൽ ഈ പ്രവൃത്തി നടക്കുമായിരുന്നു. നമ്മുടെ ദേശീയപാതയുടെ പ്രവൃത്തി ഭൂമി ഏറ്റെടുക്കാൻ സാധിക്കുമായിരുന്നു. ഇതിനാവശ്യമായ 6500 കോടി രൂപയുടെ സഹായം കൊടുത്തത് നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്റാണ്. ഒന്ന് മാത്രമേ പറയാനുള്ളൂ, കേരളത്തിൽ മറ്റൊരു ഗവൺമെൻറ്റിനും സാധിക്കാത്ത രൂപത്തിൽ കേരളത്തിലെ ദേശീയപാതയുടെ പണി പൂർത്തീകരിച്ചത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ്റാണ്. അതാണ് നാളത്തെ കേരളത്തിൻ്റെ വികസനത്തിൻ്റെ പുതിയ ചൂണ്ടുപലയായി നമ്മുടെ കേരളത്തിൽ തലയുയർത്തി നിൽക്കുന്നത്. അതോടൊപ്പം മലയോര ഹൈവേ അവിടെ പണി പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നു, തീരദേശ ഹൈവേയുടെ പണി പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നു, ദേശീയ ജലപാതയുടെ പദ്ധതിയുടെ പണി പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ കേരളം വികസന രംഗത്ത് കുതിക്കുകയാണ്. വിദ്യാഭ്യാസ രംഗത്ത് കേരളത്തിലെ പാഠപുസ്തകങ്ങളൊക്കെ തന്നെ മാറ്റി കൃത്യസമയത്ത് പാഠപുസ്തകങ്ങൾക്ക് കൊടുത്തിരിക്കുന്നു. എല്ലാ ക്ലാസ് മുറികളും സ്മാർട്ട് ക്ലാസ് മുറികൾ നേരത്തെ തന്നെ സജ്ജീകരിച്ചതാണ്. നമ്മുടെ കുട്ടികളുടെ പുതിയ പാഠപുസ്തകങ്ങൾ നല്ല നിലവാരമുള്ള പുസ്തകങ്ങളാണ്. മാത്രമല്ല, കേന്ദ്രത്തിലെ സംഘി സർക്കാരുകൾ മുസ്ലിം ചരിത്രങ്ങൾ പാടെ വെട്ടിമാറ്റിക്കൊണ്ട്, മുഗള ചരിത്രങ്ങൾ പാടെ വെട്ടിമാറ്റിക്കൊണ്ട്, ടിപ്പു സുൽത്താൻ്റെ ചരിത്രങ്ങൾ പാടെ വെട്ടിമാറ്റിയപ്പോൾ അത്തരം പാഠപുസ്തകങ്ങളൊക്കെ തന്നെ കൂട്ടിച്ചേർത്തു. അത്തരം പാഠഭാഗങ്ങൾ പൂർണ്ണമായും കൂട്ടിച്ചേർത്തുകൊണ്ടാണ് നമ്മുടെ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് പുതിയ പാഠപുസ്തകം കൊടുത്തിരിക്കുന്നത്. അവരത് പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ത്യയിൽ ഏക സംസ്ഥാനം ഇത്തരത്തിൽ പഠിപ്പിക്കുന്ന സംസ്ഥാനം നമ്മുടെ കേരളമാണ്. നമ്മുടെ കേരളത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് എല്ലാ മേഖലയിലും വളർന്നുകൊണ്ടിരിക്കുന്നു. ഇന്ന് കേരളത്തിൽ 2000 ഉറുപ്പിക പ്രതിമാസം വീതം എല്ലാ പാവപ്പെട്ട ആളുകൾക്കും പെൻഷൻ കൊടുക്കുന്ന ഒരു ഗവൺമെൻറ്റാണ്. അങ്ങനെ മൊത്തം 60 ലക്ഷം ആളുകൾക്കാണ് പെൻഷൻ കൊടുക്കുന്നത്. കഴിഞ്ഞ ഏതാണ്ട് 9 വർഷക്കാലം കൊണ്ട് ഈ സംസ്ഥാനത്ത് 72,000 കോടി, നേരത്തെ UDFൻ്റെ ഗവൺമെൻറ് 34 ലക്ഷം ആളുകൾക്ക് കേവലം 600 രൂപ വീതം പെൻഷൻ കൊടുത്തിരുന്നുവെങ്കിൽ ഇന്നത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ് 64 ലക്ഷം ആളുകൾക്ക് 2000 രൂപ വീതം പെൻഷൻ കൊടുക്കുന്ന ഒരു ഗവൺമെൻറ്, അതും കൃത്യസമയത്ത് വിതരണം ചെയ്യുന്ന ഒരു ഗവൺമെൻറ്റാണ് ഈ സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ജനങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. മറ്റൊന്ന് ലൈഫ് പദ്ധതി. ലൈഫ് പദ്ധതിയിൽ 5 ലക്ഷം വീടുകൾ നിർമ്മിക്കുമെന്ന് പറഞ്ഞത് ഇന്ന് ഏതാണ്ട് 5,79,000 വീടുകൾ പാസ്സാക്കി 4,79,000 വീടുകളുടെ പണി പൂർത്തീകരിച്ചിരിക്കുന്നു. അതിൽ തന്നെ 1,53,000 വീടുകൾ പട്ടികജാതിക്കാരുടേതാണ്. 45,000 വീടുകൾ പട്ടിക വർഗ്ഗക്കാർക്കാണ്. പട്ടികജാതിക്കാരുടെ ബഹുഭൂരിഭാഗം വീടുകളും 3 സെന്റ് ഭൂമി കൂടെ സർക്കാർ വാങ്ങിക്കൊടുത്തിട്ട് നിർമ്മിച്ച വീടുകളാണ്. അതേപോലെ മത്സ്യബന്ധന മേഖലയിലെ തൊഴിലാളികൾക്ക്, അവിടുത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് ഫ്ളാറ്റുകൾ നിർമ്മിച്ചുകൊണ്ട് ഏതാണ്ട് 3000 വീടുകൾ അവർക്കും നിർമ്മിച്ചു കൊടുത്തിരിക്കുന്നു. അങ്ങനെ കേരളത്തിലെ ഭവന പ്രശ്നങ്ങൾ സമ്പൂർണ്ണമായി പരിഹരിച്ചുകൊണ്ടാണ് ഈ ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പം വയനാട്ടിലെ ചൂരൽമല മുണ്ടക്കൈ മേഖലയിൽ അവിടെ വലിയ ദുരന്തം നേരിട്ട ആളുകളുടെ വീടുകൾ സമയബന്ധിതമായി ഈ ജനുവരിയോടുകൂടി ഏതാണ്ട് 350 വീടുകളുടെ പണി പൂർത്തീകരിച്ചുകൊണ്ട് കൈമാറാനുള്ള അതിവേഗ പദ്ധതികളുമായിട്ട് നമ്മുടെ ഗവൺമെൻറ് മുന്നോട്ട് നീങ്ങുകയാണ്. സമസ്ത മേഖലകളിലും, അതേപോലെ ആരോഗ്യ മേഖലയിൽ എല്ലാ ആശുപത്രികളും ആധുനികവൽക്കരിച്ചുകൊണ്ട് പുതിയ ട്രാൻസ്പ്ലാന്റ് സർജറികൾ, കരൾ മാറ്റിവെക്കലൊക്കെ പഞ്ചനക്ഷത്ര ആശുപത്രികളിൽ മാത്രം നടന്നിരുന്ന സർജറികൾ ഇന്ന് നമ്മുടെ സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ അത്തരം ട്രാൻസ്പ്ലാന്റ് സർജറികൾ നടത്തിക്കൊണ്ട് വിപ്ലവകരമായ പദ്ധതികളുമായി സംസ്ഥാന ഗവൺമെൻറ് മുന്നേറുകയാണ്. എല്ലാ ആശുപത്രികളും ശാക്തീകരിക്കുന്നു, സ്കൂളുകൾ വിദ്യാഭ്യാസ മേഖലയിൽ ശാക്തീകരിക്കുന്നു. പൊതുമരാമത്ത് വകുപ്പിൽ എടുത്തു പറയേണ്ടത്, എല്ലാ റോഡുകളും ഇന്ന് 10 വർഷത്തേക്ക് വാറണ്ടിയുള്ള റോഡുകളാണ്. ഒരു റോഡിലും കുണ്ടും കുഴിയുമില്ല. രാത്രിയിൽ സുഖമായി കിടന്നുറങ്ങി സഞ്ചരിക്കാൻ സാധിക്കുന്നു. ബൈക്ക് അപകടങ്ങൾ, കുണ്ടിലും കുഴിയിലും വീണ് ബൈക്ക് അപകടം ഉണ്ടാകുന്നത് ഗണ്യമായി കുറഞ്ഞിരിക്കുന്നു. വാഹനാപകടങ്ങളുടെ നിരക്ക് വളരെ കുറഞ്ഞിരിക്കുന്നു. നമ്മുടെ റോഡുകൾ മനോഹരമാണ്, വളരെ നല്ല റോഡുകളാണ്. കുണ്ടും കുഴിയുമില്ല, തെന്നിമാറുന്ന സാഹചര്യമില്ല. അങ്ങനെ സംസ്ഥാനം സകല മേഖലകളിലും വിപ്ലവകരമായ വികസന പദ്ധതികളുമായി മുന്നോട്ട് പോകുമ്പോൾ നാളത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് വോട്ട് ചെയ്യാൻ പോകുമ്പോൾ ഈ സർക്കാരിന് കരുത്ത് പകരുന്ന വോട്ടാണ് നാളെ ചെയ്യേണ്ടത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും സംസ്ഥാന സർക്കാരിനും ശക്തി പകരുന്ന വോട്ടാണ് നാളെ നിങ്ങൾ പോളിംഗ് ബൂത്തിൽ ചെയ്യേണ്ടത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾക്ക് അവരുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നങ്ങളിൽ വോട്ട് ചെയ്തുകൊണ്ട് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന് ശക്തി പകരണമെന്ന് എല്ലാവരോടും വിനീതമായി അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.